പകരം കീപാഡ് ഫോൺ നിനക്ക് മതിയായിരുന്നു. ഞങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ. ഇനി നിങ്ങളുടെ കാര്യങ്ങൾ പറയും. പെണ്ണിന് എന്ത് കൊടുക്കുന്നാണോ രമേശ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഉദ്ദേശിച്ചില്ല, എങ്കിലും അറിഞ്ഞിരിക്കണം. എന്റെ സകല സ്ഥാപന ജംഗം വസ്തുക്കളും ഇവൾക്കൊള്ളയാണ്. ഇത് പിന്നെ ഇവൾക്കല്ലാതെ വേറെ ആർക്ക് വേണ്ടിയാണ് ഞാൻ ഓസ്ട്രേലിയ കിടന്ന് കഷ്ടപ്പെടുന്നത്? കാർത്തിക പിന്നെ രാജകുടുംബത്തിലുള്ളതായതുകൊണ്ട് ആ വഴിക്കും സ്വത്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. കൊട്ടാരത്തിൽ ഇപ്പൊ ആരൊക്കെയുണ്ട്? സ്വത്തുക്കളൊക്കെ ട്രസ്റ്റിന്റെ പേരിലാണോ, അതോ പൂർവികരൊക്കെ? പൂർവികരെന്നൊക്കെ പറയുമ്പോഴേ എന്റെ മുത്തശ്ശനുണ്ടായിരുന്നു. മുത്തശ്ശൻ രാജാവായിരുന്നു. യുദ്ധത്തിന് പോയിട്ട് വന്നപ്പോ ഒരു തമിഴത്തി പെണ്ണിനെ വീട്ടുവേലക്കാരിയായിട്ട് കൊണ്ടുവന്ന് നിർത്തി. ആ പെണ്ണിനാണെങ്കിൽ അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ചെറുക്കനുമായിട്ട് പൊരിഞ്ഞ പ്രേമം. ഇതൊക്കെ മുത്തശ്ശ സമ്മതിക്കോ? ആദ്യം പറഞ്ഞൊന്ന് വിലക്കി. ആര് കേക്കാനെ കൊണ്ട്? അവരുടെ പ്രേമം മുത്തശ്ശനങ്ങ് ഇഷ്ടായില്ല. അന്ന് രാത്രിയിൽ തന്നെ അവളെ എന്റെ കാരണവരുണ്ടല്ല ആ തെക്കിനിയിലിട്ട് വെട്ടിക്കൊന്നു. എന്നിട്ടേ 8ാം ദിവസം ഒരു ദുർഗാഷ്ടമി രാത്രിയിലെ അവളുടെ പ്രേതം ഒരു രക്തരക്ഷസായി മാറി കാരണവരെ കുത്താൻ വേണ്ടി പിച്ചാത്തിയും കൊണ്ട് അറക്കകത്തോട്ട് കേറിയെന്നാണ് എന്റെ മുത്തശ്ശി പറഞ്ഞത്. പിന്നെ മുത്തശ്ശി എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് അടക്കിങ്ങ് നിർത്തിയിരിക്കുവാണ്. പിന്നെ ഒരു 61ാമത്തെ ദിവസം അന്ന് പൂജയോട് പൂജ. പിന്നെയുണ്ടല്ലോ ആ തമിഴത്തിയുടെ ആത്മാവിനെ ആ തെക്കിനി വച്ചേനങ്ങ് ബന്ധിച്ചു. ദുർഗാഷ്ടമി ദിവസത്തിലെ അങ്ങ് ഓസ്ട്രേലിയന്ന് ഞാൻ കോവിൽ വരും. എന്തിനെന്നറിയാമോ? ശത്രു സംഹാര പൂജ ചെയ്യായി. എന്റെ അച്ഛനും അമ്മയും സാധാരണ ആൾക്കാരെന്ന് രാജാവൊന്നും അല്ലായിരുന്നു. കാർത്തികയുടെ കുടുംബചരിത്രം ഒരു സിനിമയാക്കാനുള്ള കഥയുണ്ടല്ലോ. തള്ളക്ക് ഇങ്ങനെ മനസ്സിലായോ എന്തോ? ബെസ്റ്റ്. ഇവര് മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു.